നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ജൂൺ മാസം 15-ാം തീയതി, 1200-ാം ആണ്ട് മിഥുന മാസം 1-ാം തീയതി. ഇന്ന് 1-ാം തീയതിയാണ് മലയാള മാസം. മിഥുന മാസം 1-ാം തീയതി ഞായറാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രം പൊതുവെ ശുഭനക്ഷത്രമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിനുള്ള പ്രാധാന്യമുണ്ട്. മലയാള മാസം മിഥുന മാസം 1-ാം തീയതിയാണ്, ഞായറാഴ്ചയാണ്, ശുഭനക്ഷത്രമാണ് തിരുവോണം. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമാണ്. അതുപോലെ തന്നെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, മിഥുന മാസം 1-ാം തീയതി, മിഥുന മാസത്തിലെ തിരുവോണ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക്, അപ്പോൾ ഈ മിഥുന മാസത്തിലെ ബർത്ത്ഡേ നമുക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മാസത്തിൽ 2 നക്ഷത്രം വരികയാണെങ്കിൽ, ഈ മാസത്തിൽ മിഥുന മാസത്തിൽ 2 തിരുവോണ നക്ഷത്രം വരും. 28-ാം തീയതിയും തിരുവോണം വരും. 2 തിരുവോണ നക്ഷത്രം വരികയാണെങ്കിൽ ശരിക്ക് നമുക്ക് 2ാമത്തെ നക്ഷത്രത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ മതിയെന്നാണ്. ആദ്യ നക്ഷത്രത്തിന് വേണമെങ്കിൽ എടുക്കാം എന്നേ ഉള്ളൂ. അതിനെ പക്ക നാളായിട്ടും ശരിക്ക് 2ാമത് വരുന്നതിനെ നാളായിട്ടും എടുക്കാം. എന്തായാലും ശരിക്ക് തിരുവോണ നക്ഷത്രം വന്നിട്ടുള്ളവർക്ക് പേടിക്കേണ്ട. ഈ ദിവസം എടുത്താൽ പോലും വളരെ ഐശ്വര്യപ്രദമായ ഒരു വർഷം ആയിരിക്കും നിങ്ങൾക്ക് പ്രദാനം ചെയ്തു തരിക. സൂര്യൻ എപ്പോഴും പ്രശസ്തിയെ കൊടുക്കുന്ന ദശാനാഥനാണ്. നമുക്ക് ഏറ്റവും പ്രോഗ്രസ്സിനെ കൊടുക്കുന്ന ദശാനാഥനാണ്. അതുകൊണ്ട് ശുഭകാര്യങ്ങൾക്കെല്ലാം ഇറങ്ങാവുന്ന ഒരു വർഷമാണ് നിങ്ങൾക്കെന്ന് അറിയുക. അതുപോലെ തന്നെ നമുക്ക് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണല്ലോ ചിന്തിക്കണേ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് സൂര്യൻ്റെ കാലഘട്ടമായതുകൊണ്ട് കൂടുതൽ പ്രാർത്ഥന നിരതരായിരിക്കുക. അതുപോലെ സൂര്യൻ്റെ പ്രീതി ലഭിക്കാനായിട്ട് പ്രപഞ്ചനാഥനായ സൂര്യനെ നിത്യവും ആരാധിക്കുക, ഒരു വർഷവും തൊഴുക. ഇതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കും. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ, ഇന്ന് അവധി ദിവസമാണ്, നല്ല ദിവസമാണ്, വീട്ടിലെ കുടുംബസമേതം പുറത്തൊക്കെ പോകുന്ന ദിവസമാണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ രാവുകാലം നോക്കി ഇറങ്ങുക. അല്ലെങ്കിൽ വഴി കിടന്ന് ട്രാഫിക്കിലൊക്കെ പെട്ട് എന്തെങ്കിലും രീതിയിലൊക്കെ കിടന്ന് ചുറ്റിപ്പോവും. രാവുകാല സമയം വരുന്നത് 5:03 തൊട്ട് രാവുകാല സമയം തുടങ്ങുകയാണ്. 5:03 തൊട്ട് തുടങ്ങുകയും ശരിക്ക് 6:40 വരെ ഉണ്ട്. നമ്മൾ 4:30 മണി മുതൽ 6 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് രാവുകാലം, ഈ സമയം നോക്കി രാവുകാലം ഓരോ കാര്യത്തിന് യാത്രയ്ക്ക് തിരിക്കുക. അതുപോലെ ഗുളികകാല സമയവും യമഘട്ട കാല സമയവും ഒരു ശുഭകാര്യത്തിനും നല്ലതല്ല. അല്ലെ, ഗുളികൻ്റെ സമയം വരുന്നത് 3:34 തൊട്ട് 5:08 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 12:25 തൊട്ട് 1:59 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം എല്ലാ ദിവസവും ഉണ്ട്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:58 തൊട്ട് ആരംഭിക്കും, 12:46 വരെ. ഈ സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും നല്ലതാണ്. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. വസ്ത്രധാരണം നോക്കുമ്പോൾ ശരിക്ക് താമരപ്പൂവിൻ്റെ കളറോ അല്ലെങ്കിൽ റോസ് കളറോ ചുടുകലിൻ്റെ കളറിലൊക്കെ ഉള്ള ഡ്രസ്സ് വസ്ത്രധാരണമായി ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നന്നായിരിക്കും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.